പിണറായി പറയുന്ന ഒരു ചാൻസും കൂടെ വേണം. കാരണം ഇനി അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ പറ്റൂ. അയ്യപ്പൻ്റെ സർവ്വത അടിച്ചുകൊണ്ടുപോയി രുദ്രാക്ഷമാലയും ദണ്ടും ദ്വാരപാലന്മാരുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൂശിയ സ്വർണ്ണമല്ല, പൊതിഞ്ഞ സ്വർണ്ണം. പൊതിയാന്നാണ് ഒറിജിനലാണ് പൊതിയുന്നത്. പൂശന്നിങ്ങനെ വേണ്ടിയിരിക്കുന്നവർ അടിച്ചാൽ മതി. ഇതങ്ങനെയല്ല. ആദ്യം ചെമ്പുവാളികൾ ഘടിപ്പിക്കണം, അതിൻ്റെ മേലെയാണ് സ്വർണം പൂശുന്നത്. അപ്പോൾ രണ്ട് ദ്വാരം, അവിടെ ചുറ്റുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലും മുഖ്യ കവാടത്തിലും മേൽക്കൂരയിലും എല്ലാം സ്വർണം പൊതിഞ്ഞു. ഏതാണ്ട് 30 കിലോയിൽ കൂടുതൽ സ്വർണമാണ് വിജയമല്യ ദേവന് സമർപ്പിച്ചത്. അതിനെല്ലാം പൊതിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ അവതാരം ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. സാധാരണ രീതിയിൽ പൊതിഞ്ഞ സ്വർണം അങ്ങനെ മങ്ങില്ല, കാരണം വെയിലും മഴയും കൊള്ളുന്നില്ല. അപ്പോൾ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഞാനും ഐസിയൊക്കെ സ്ഥിരം പോകുന്നതാണ് എല്ലാ വർഷവും. അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഈ ദ്വാരപാലകരുടെ ശില്പം നിൽക്കുന്ന സ്ഥലത്തും മുഖ്യ കവാടത്തിലും മേൽക്കൂരയിലൊന്നും വെയിലോ മഴയോ ഏൽക്കാറില്ല. അപ്പോൾ സ്വർണത്തിന് മങ്ങലുണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അങ്ങനെയല്ല, മങ്ങലുണ്ടായിട്ടുണ്ട്. ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ? 2013 അവിടെ കീഴ്ശാന്തി ഏറ്റു വന്നാണ്. ഈ കീഴ്ശാന്തിക്ക് ശമ്പളം ദേവസ്വം കൂടെ അല്ല കൊടുക്കുന്നത്. അതൊരു കാര്യം മനസ്സിലാക്കണം. ചില സഖാക്കൾ ചില കഥകൾ ഉണ്ടാക്കി. 2013 കീഴ്ശാന്തി, അത് UDFിൻ്റെ കാലത്താണ്. കീഴ്ശാന്തിമാർക്ക് ശമ്പളം കൊടുക്കുന്നത് മേൽശാന്തിയുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് കീഴ്ശാന്തിക്ക് ശമ്പളം കൊടുക്കുന്നത്. ദേവസ്വം കൊണ്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഈ വിദ്വാനെ കണ്ടപ്പോൾ തന്ത്രിക്ക് കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞു, മേലെ ഇതിനകത്ത് കയറാൻ പാടില്ല. അങ്ങനെ 2013 ഇറക്കി വിട്ട ആളാണ് ബോംബെയിലെ ഏതൊരു ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തി. ഇപ്പോൾ ബാംഗ്ലൂർ വന്ന ഈ ക്ഷേത്രത്തിൽ വന്നവരോടൊക്കെ പറഞ്ഞു, ഞാൻ പഴയ ശബരിമല കീഴ്ശാന്തിയാണ്, എനിക്ക് അവിടെ വലിയ പിടിപാടാണ്, അവിടെയൊക്കെ കുറച്ച് സ്പോൺസർമാർ വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. ഇവർ വിചാരിച്ചു കീഴ്ശാന്തി കിട്ടുന്നല്ല, അവർക്കറിയാം മേൽശാന്തി എന്താ കീഴ്ശാന്തി എന്താ. ആയിക്കോട്ടെ, അയ്യപ്പന് തരുന്നല്ലേ, സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഈ വിദ്വാൻ 2017-18 കാലത്ത് ശബരിമലയിൽ ഒരു സ്പോൺസറുടെ വേഷത്തിൽ 5 വർഷം മുമ്പ് കീഴ്ശാന്തിയായി ചെന്ന് ശാന്തി ഞാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് തന്ത്രി ഇറക്കി വിട്ട വിദ്വാൻ LDF സർക്കാർ വന്നപ്പോൾ പിണറായി പറഞ്ഞു, എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ആൾ ദൈവങ്ങൾ ഉണ്ടാവില്ല, നല്ല ഒറിജിനൽ ആൾ ദൈവം തന്നെ ഇറങ്ങി ഉണ്ണികൃഷ്ണൻ പോയി. എന്നിട്ട് പോറ്റി എന്ത് ചെയ്യും? അവിടെ പൊതിഞ്ഞ സ്വർണം ഇളക്കിയെടുത്ത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഇത് ചെമ്പ് പാളികളാക്കി ഒന്ന് എഴുതി തരണം, ബാക്കി കമ്മീഷൻ 50-50. അവരെഴുതി കൊടുത്തല്ലോ. പക്ഷെ അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യം. ദേവസ്വം രേഖകൾ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ? ചെമ്പ് പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊടുത്തയക്കുന്നു. ആരുടെ കയ്യിൽ? ഈ പോറ്റിയുടെ കയ്യിൽ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കിലോ സ്വർണം എന്ത് വിശ്വസിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നത്? ഇയാളുടെ കയ്യിൽ എടുക്കാനാണ്. അതാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യം എന്താ അറിയും? എനിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയ രേഖയിൽ ഇത് ചെമ്പുപാളികളാണ്, സ്വർണ്ണപാളിയല്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി സ്വർണം പൂശാൻ കൊണ്ടുപോയി. പോകുന്ന വഴിക്കൊക്കെ നേരത്തെ പറഞ്ഞല്ലോ 10, 15 അല്ല 40 ദിവസം എടുക്കും അവിടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ. ഇതെന്ത് ചെയ്തു? സ്വർണം പൂശിയിട്ട് അപ്പോൾ ഒറിജിനൽ സ്വർണ്ണം അവിടെ പോയി അടിച്ചു മാറ്റി എന്ന് പറയുന്ന ആരാ? ഞങ്ങളാരുമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. അവിടെ ചെന്ന് ഇത് ഉരുക്കിയെടുത്ത് മാറ്റി ചെമ്പ് പാളികൾ, വേറെ ചെമ്പ് പാളിയെടുത്ത് അതിൻ്റെ മേലെ സ്വർണം പൂശി, ബാക്കി കിലോ അടിച്ചു മാറ്റി. അപ്പോൾ ശബരിമലയിൽ നിന്ന് ഇറക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് വിജയമല്യ നൽകിയ വഴിപാടായിട്ടുള്ള സ്വർണമായിരുന്നെങ്കിൽ തിരിച്ചു വന്നത് ഏതോ ഒരു ചെമ്പിൽ പൂശിയ സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അവിടെ തിരിച്ചു കൊടുക്കുന്നത്. ഇതാണ് സംഭവത്തിൻ്റെ ആരംഭം. 2019 സംഭവം കഴിഞ്ഞു. ഇതേ പാളികൾ ഇറക്കിയെടുത്ത് 2025 പിന്നെയും സ്വർണം പൂശാനുണ്ട് ഇതേ കമ്പനി.
പക്ഷെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് നേരിട്ട് കൊണ്ടുപോയില്ല. കാരണം ദേവസ്വം കമ്മീഷൻ എഴുതി ഇയാളുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടില്ല. പക്ഷെ ഇപ്പൊ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഒരു CITUകാരൻ, അയാളുടെ കയ്യിൽ പോറ്റിയുടെ തന്നെ കൊടുത്തേക്കാം. ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ പറഞ്ഞു, തിരുവാഭരണ കമ്മീഷൻ പറഞ്ഞു പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ പോറ്റിക്ക് മെസ്സേജ് കൊടുത്തു, സാറിന് ചെന്നൈയിൽ വരുന്നിട്ട് നിങ്ങളും കൂടെ പോയി. അതിന്റെ 2019 ഒറിജിനൽ സ്വർണം കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് ആയി കൊണ്ടുവന്ന അതേ പോറ്റിയുടെ കയ്യിൽ 2025 കൊടുത്തു എന്ന് പറയുമ്പോ ആരാ ഉത്തരവാദി? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉത്തരവാദിത്തമല്ലേ? ഇപ്പൊ 2019 ഈ സ്വർണം മാറ്റിയ കേസിൽ 8ാം പ്രതി ആരാ അറിയോ? അന്നത്തെ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡാണ് പ്രതി, അല്ലാതെ പത്മകുമാർ മാത്രമല്ല. പത്മകുമാർ അതിന്റെ ഭാഗം. പത്മകുമാർ പ്രസിഡന്റും CPIയുടെ ശങ്കരദാസ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡാണ് ഇതിൽ കുറ്റക്കാർ. അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന വാസു എന്ന വ്യക്തിയും ഇപ്പൊ പ്രതിയാവാൻ പോവാണ്. അത് പ്രതിയായി, ദേവസ്വം കമ്മീഷണറായി. ഇനി വാസു എന്നുള്ള കഥാപാത്രം പത്മകുമാർ മാറിയിട്ടാണ് വാസു പ്രസിഡന്റായിട്ട് വരുന്നത്. അദ്ദേഹം കമ്മീഷണറായിരുന്നു, ദേവസ്വം കമ്മീഷണറായിരുന്നു. വാസു അതിന് എന്ത് ചെയ്തു? അപ്പോഴേക്കും കോവിഡ് വന്നു. അപ്പോൾ അവിടെ വലിയ പ്രയാസമായി. കാരണം ഭക്തജനങ്ങൾ വരാൻ കഴിയാത്ത അവസ്ഥ വന്നല്ലോ കോവിഡ് വന്നു. ഈ വാസു അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു ശമ്പളം കൊടുക്കാം. അതിനുശേഷമാണ് അദ്ദേഹത്തിന് കിണ്ടി വാസു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ കൂടെ അയ്യപ്പന്റെ സാർവം അടിച്ചു. അപ്പൊ ഇത് ആരൊക്കെയാ പ്രതികൾ? ഇതിൽ പ്രതികളായി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പത്മകുമാർ, കിണ്ടി വാസു, ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത്, 3 പേരും പ്രതികളാ. ദേവസ്വം ബോർഡ് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ, ഇടയ്ക്ക് ഇവിടെ രാധാകൃഷ്ണൻ വന്ന, പക്ഷെ കക്ഷിയൊന്നും തൊട്ടിട്ടൊന്നുമില്ല. പറയുമ്പോൾ അതുകൂടെ പറയണല്ലോ, അദ്ദേഹം കെട്ടിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ വന്ന വാസവൻ അതെല്ലാം കൂടെ ചേർന്ന് സർവ്വതും അടിച്ചു മാറ്റി. അതുകൊണ്ടാണ് UDF പറയുന്നത് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് CBI അന്വേഷിക്കണം. ഇനി വെറുതെ അന്വേഷിച്ചാൽ പോരാ, CBI അത്ര മോശക്കാരൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ മകനെ അയച്ച ED നോട്ടീസ് കണ്ടില്ല, ആവിയായി പോയില്ലേ? അതുപോലെ ആവിയാവുന്ന റിപ്പോർട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത്. CBI അന്വേഷിക്കുമ്പോൾ അവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവും. CBI അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ അല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് വേണം റിപ്പോർട്ട് കൊടുക്കാൻ. ഇനിയിപ്പോ ഇവിടെ ഏൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മഹേഷ് അല്ല IPS മഹേഷ് മുതൽ, മഹേഷാണ് വെങ്കടേശാണ് IPS ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു, അഡീഷണൽ DGP. അദ്ദേഹം മുതൽ SI വരെ ഒരു ടീമിനെയാണ് ഏൽപ്പിച്ചത്. ഈ ടീം അന്വേഷിച്ചാൽ കുഴപ്പം എന്താ അറിയൂ? ഇവരോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കരുത്, വാസവൻ റിപ്പോർട്ട് കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്താൽ അത് മുഖ്യമന്ത്രിക്ക് ഹിതകരമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കേസിൽ പിടിക്കില്ല, വേറെ എന്തെങ്കിലും കേസിൽ ഇവരെ പിടിക്കും. ഇപ്പൊ ഒരു IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതിയിട്ടില്ല പിണറായി വിജയൻ. പറഞ്ഞു താൻ ഞാൻ പറഞ്ഞ കാര്യം കേട്ടില്ലല്ലോ, തന്റെ റിപ്പോർട്ട് എഴുതിയിട്ടില്ല. ഇയാൾക്കാണെങ്കിൽ കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷന് പോകണം, കേന്ദ്രമന്ത്രി വന്നോളും, സർട്ടിഫിക്കറ്റ് ഇല്ല, മുഖ്യമന്ത്രിയുടെ കോൺഫിഡൻസ് റിപ്പോർട്ടില്ല. IAS ആയിട്ടുള്ള ഡോക്ടർ അശോകൻ, കാർഷിക സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹമാണ് കേരള കൃഷിയുടെ വികസനത്തിന് വേൾഡ് ബാങ്ക് നൽകിയ പണം വകമാക്കി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഡോക്ടർ അശോകനെ ഒരു അപ്രധാന കോർപ്പറേഷൻ MD ചെയർമാനായിട്ട് വെച്ചു. പക്ഷെ അദ്ദേഹം ചോദ്യം ചെയ്തു. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനോട് ചോദ്യം ചെയ്തപ്പോ സ്റ്റേയിൽ നിൽക്കുക. ഇവിടെ യോഗേഷ് ഗുപ്തയ്ക്കും അതുപോലെ തന്നെ ഡോക്ടർ അശോകനും ഉണ്ടായ അനുഭവം ഭാവിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ
അതാണ് ഞങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. പിന്നെ ഒരു കാര്യം വെക്കാണ്, ഈ ദേവന്റെ സ്വത്തെടുത്താണ്ടല്ല ഒരുപാട് ദോഷങ്ങളുണ്ടാവും. ഒന്നിൽ കണ്ണ് കാണില്ല, അല്ലെങ്കിൽ കൈക്കോ കാലിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ചിത്തഭ്രമുണ്ടാവും. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് പിണറായി വിജയൻ അല്പം ചിത്തഭ്രമുണ്ടോ എന്ന് സംശയം. അത് പറയാൻ കാരണം അതാണ് കഴിഞ്ഞ നിയമസഭയിൽ ഈ 8.25 അട്ടി വെച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് പൊക്കം കുറഞ്ഞവരൊന്ന് വഴിയാക്കിയത്. എന്താ നാവിൽ വരാൻ കാരണം അറിയില്ല. ആ കട്ടതിന് സഹായിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് 8.25 അടി കട്ടി വെച്ച പോലെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പരാമർശത്തിലൂടെ ഈ ഉയരം കുറഞ്ഞ ഒറ്റ ആളുടെ വോട്ട് ഈ പിണറായി വിജയന് കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന MLAക്ക് വേറൊന്ന് തോന്നി. അദ്ദേഹം 2 കൈയും ഇല്ലാത്തവരെ അധിക്ഷേപിച്ചു. ഞാൻ എവിടെയാണ് ഉറുമ്പ് കടിച്ചത് ഞാൻ പറയുന്നില്ല, സഹോദരിമാരെ മുമ്പിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഉറുമ്പ് എവിടെ എപ്പോഴും കടിക്കാൻ ചാൻസുണ്ട്. അത് കൈയുള്ളവരെയും കടിക്കും, കൈ ഇല്ലാത്തവരെയും കടിച്ചു. ആ കടിക്കുമ്പോഴുള്ള ഞെരിപൊരി ഇയാൾക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടെയുള്ളവർക്ക് ചിത്തഭ്രമം പ്രാപിച്ചു കഴിഞ്ഞു. അതാണ് അയ്യപ്പൻ്റെ സ്വത്ത് കട്ടതിൻ്റെ ദോഷം. ഇത് ഇവിടെ കൊണ്ട് തീരില്ല, ഇത് ഇനി കിടക്കുക. അപ്പോഴേക്കാണ് മകന് ED നോട്ടീസിൻ്റെ വരവ്. മകളാണെങ്കിൽ മുമ്പേ ഒരുപാട് കേസിൽ പെട്ട് കിടക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി വിഞ്ഞാന്ന് പറയാം, എൻ്റെ കുടുംബം സംതൃപ്ത കുടുംബം. മൂപ്പര് ലാവലിൻ കേസിൽ പ്രതി, ചെയ്യാത്ത ജോലിക്ക് കമ്മീഷൻ വാങ്ങിച്ചതിന് മകൾ കേസിൽ പ്രതി. ഇപ്പോൾ ഏത് കേസിലാണെന്ന് അറിയില്ല, മകനും പ്രതി. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് സംതൃപ്ത കുടുംബമാണ് എൻ്റെ. നിങ്ങൾ സംതൃപ്തിയോ സംതൃപ്തി ഇല്ലായ്മയോ എന്താണ് നിങ്ങളുടെ കാര്യം. പക്ഷേ ദേവന്റെ സ്വത്തെടുത്തതിന് കണക്ക് പറഞ്ഞേ മതി. ഇത് കുറെ കാലമല്ല തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, നേരത്തെ പറഞ്ഞല്ലോ 2015 സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. യുവതീ പ്രവേശനം ശബരിമലയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു സുപ്രീം കോടതിയിൽ. അതിന് പറഞ്ഞെന്താ അറിയോ? ആചാരങ്ങൾ പാലിക്കപ്പെടണം, ലംഘിക്കാൻ പാടില്ല. ശബരിമലയുടെ പ്രതിഷ്ഠ ഒരു നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠ. ഈ നൈഷ്ഠിക ബ്രഹ്മചാരികളെ യുവതികൾ സന്ദർശിക്കാറില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനമാണ് കേട്ടോ, സ്ത്രീ പ്രവേശനമല്ല. സ്ത്രീകൾക്ക് പ്രവേശിക്കാം, 60 കഴിഞ്ഞ് സ്ത്രീകൾക്ക് പ്രവേശിക്കാം, 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പ്രവേശിക്കാം. പക്ഷേ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയായതുകൊണ്ട്. അതേസമയത്ത് കൽപ്പറ്റയിലെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ അങ്ങനെയല്ല, നൈഷ്ഠിക ബ്രഹ്മചര്യം ഇല്ല, ആർക്ക് വേണമെങ്കിൽ അവിടെ പോവാം. പക്ഷേ ശബരിമലയിൽ അങ്ങനെയല്ല. ഈ ഒരു പ്രതിഷ്ഠയുള്ളത് കൊണ്ട് യുവതികൾ പ്രവേശിക്കാറില്ല. അതിൽ ഒരു യുവതികൾക്ക് പരാതി ഉണ്ടായിരുന്നില്ല. ചില ആക്ടിവിസ്റ്റുകൾ അവരാണ് കോടതിയിൽ പോയത്, ഞങ്ങൾക്ക് പ്രവേശിക്കണമെന്ന്. സുപ്രീം കോടതി എത്തിയപ്പോൾ അപ്പോഴാണ് പിണറായി സത്യവാങ്മൂലം കൊടുത്തത്. പിണറായി പറഞ്ഞു, ഉമ്മൻചാണ്ടി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഞങ്ങൾ യുവതീ പ്രവേശനം വേണമെന്നുള്ള അഭിപ്രായം. അതിനനുകൂലമായിട്ട് വിധി വന്ന സമയത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. ഞങ്ങൾ ഏതാണ്ട് 7 മണിക്കൂർ യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചു വിശ്വാസികളുടെ കൂടെ നിൽക്കണം. എന്ത് വന്നാലും ശരി വിശ്വാസികളോടൊപ്പം നിൽക്കണം. അങ്ങനെ ഞങ്ങൾ 5 മേഖലാ ജാഥകൾ പുറപ്പെട്ടു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പദയാത്ര നയിച്ച ആളാണ് ഞാൻ. ഒരു പദയാത്ര നയിച്ചത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. മറ്റൊരു പദയാത്ര നയിച്ചത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. ഇവിടുത്തെ അന്നത്തെ ജാഥ, ഇവിടെ വാഹന പ്രചരണ ജാഥയായിരുന്നു ശ്രീ സുധാകരൻ നയിച്ചു. മറ്റൊരു വാഹന പ്രചരണ ജാഥ ഷാനിമോൾ ഉസ്മാൻ നയിച്ചു. അന്ന് ആ സമരം നയിച്ചതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ, അന്ന് കോഴിക്കോട് DCC പ്രസിഡന്റായ സിദ്ദീഖ് ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഇപ്പോഴും കേസിൽ പ്രതികളാണ്. അന്നത്തെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുത്തതിൻ്റെ പേര്. എന്തിനധികം പറയുന്നു? എൻ്റെ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വന്നതിൻ്റെ പേരിൽ കേസിൽ പ്രതിയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടി. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം ഇപ്പോഴും കേസിൽ പ്രതിയാണ്.
അപ്പോഴാണ് ഈ വിദ്യാഭ്യാസമൊക്കെ കൂടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ക്ഷണിച്ചു വരാൻ പറഞ്ഞു. സതീശൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കാം. 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ സത്യവാങ്മൂലം കൊടുത്ത് തിരുത്തണം. യുവതീ പ്രവേശനം തെറ്റാണെന്ന് പറയാനുള്ള നട്ടൽ നിങ്ങൾ കാണിക്കണം. 2, അന്നെടുത്ത കേസുകൾ പിൻവലിക്കണം. അത് നമുക്കെതിരായിട്ട് മാത്രമല്ല, NSS നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരായിട്ടും കേസുണ്ട്. നിങ്ങൾ പിൻവലിക്കണം. 3, വിശ്വാസികളോട് മാപ്പ് പറയണം. നേരത്തെ പറഞ്ഞല്ലോ, 2 സ്ത്രീകളെ പുരുഷവേഷം കെട്ടിച്ച് കയറ്റിയത് മുഖ്യമന്ത്രിയാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. ഞാൻ സുപ്രീം കോടതി വിധി നടപ്പാക്കിയിരിക്കുന്നു. അന്ന് ഭക്തജനങ്ങൾക്ക് ഏറ്റവും മുറിവുണ്ട് ഈ സംസ്ഥാനത്ത്. ലോകത്തെല്ലാ അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനേറ്റവും മുറിവ്. അതിന് അവരോട് മാപ്പ് ചോദിക്കണം. ഇത് 3 ചെയ്യാൻ തയ്യാറായില്ല. അതൊറ്റ കാരണം കൊണ്ട് തന്നെ UDF അതിൽ നിന്ന് വിട്ടുനിന്നു. ഇനി അതിനെ വിട്ടുനിന്നു ബഹിഷ്കരിച്ചു എന്നാ പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. ഏതായാലും 8 നിലയ്ക്ക് മുട്ടിയില്ല സംഘം. 4000 പേര് പങ്കെടുക്കുന്ന പറഞ്ഞിട്ട് 638 പേരാ പങ്കെടുത്ത്. അത് മാത്രം, ആ യോഗത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വഹിക്കുക. ഇതുവരെ വർഗീയതയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ മന്ത്രി വാസവൻ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ഉലകം കൊണ്ടു. ഇപ്പോഴും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്, അതിന്റെ കാശ് ആരാണ് ചെലവാക്കിയത്? ആ സംഗമത്തിന്റെ കാശ് എവിടുന്ന് നിങ്ങൾ ചെലവാക്കി? ഞങ്ങൾ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിന്റെ കാശെടുക്കാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ കാശെടുക്കാൻ പാടില്ല. ദേവസ്വം ബോർഡ് ചെലവാക്കിയത് എത്ര അറിയോ? ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി ചെലവാക്കി. എന്നിട്ട് പറഞ്ഞു സ്പോൺസറെ കിട്ടുമ്പോ ഞങ്ങൾ ഇത് തിരിച്ചടച്ചോളാം ദേവസ്ഥയിലേക്ക്. ഇനി എവിടെ സ്പോൺസറെ കിട്ടും? 8 നിലയ്ക്ക് പൊട്ടിപ്പോയൊരു സംഗമത്തിന് ഇനി ആര് സ്പോൺസർ ചെയ്യാൻ വരും? ഇപ്പോ ഹൈക്കോടതിയുടെ മുമ്പിലും നാളെ സമാധാനം പറയേണ്ട അവസ്ഥയാണ്. എന്നിട്ട് അയ്യപ്പ സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചു. എന്തിനാ സ്റ്റാലിനെ ക്ഷണിച്ചതെന്ന് ചോദിച്ചാൽ സ്റ്റാലിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല. അടുത്ത അസംബ്ലി ഇലക്ഷനിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 3-4 സീറ്റ് മത്സരിക്കാൻ കിട്ടണമെങ്കിൽ സ്റ്റാലിൻ കനിയണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അമ്പലത്തിൽ പോകുന്ന 3 മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനുണ്ടല്ലോ. തൊട്ടടുത്തുള്ള തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്താ അദ്ദേഹത്തിന് ക്ഷണിച്ചില്ല? അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ക്ഷണിച്ചോ അദ്ദേഹത്തിന്? ക്ഷേത്രങ്ങളുടെ നാടായ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായ സുഖ്ദേവ് സിംഗ് സുഖുവിനെ ക്ഷണിച്ചോ? സ്റ്റാലിനെ മാത്രം ക്ഷണിച്ചു. അവിടെയും രാഷ്ട്രീയമാണ്. എന്നിട്ട് അതിന് സ്വാഗതം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രശാന്തിന്റെ സ്വാഗത പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞു, സ്വാമിയെ ശരണമയ്യപ്പ. ഏതെങ്കിലും വിളിച്ചിട്ട് സ്വാമിയെ ശരണമയ്യപ്പ. പിണറായി വിജയൻ ഭഗവത്ഗീതയൊക്കെ എടുത്ത് പ്രയോഗിച്ചു. അവസാനം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമ്മളൊക്കെ വിളിക്കുമ്പോ മൂപ്പരറിയാണ്ട് വിളിച്ചു പോയി സ്വാമിയെ ഭരണമയ്യപ്പ. 10 വോട്ട് കിട്ടാൻ വേണ്ടി വിശ്വാസികളുടെ വിശ്വാസത്തിനെ പോലും കച്ചവടച്ചരക്കാക്കാൻ നോക്കിയ ആ സംഗമം, അതിൽ പങ്കെടുക്കാത്തതിൽ UDF അഭിമാനിക്കുന്നു, കോൺഗ്രസ് അഭിമാനിക്കുന്നു. ഞാനത് അടിവരയിട്ട് പറയുന്നു. മാത്രമല്ല, സ്വർണം കട്ടവന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തവരും അതിന്റെ ശിക്ഷ കിട്ടും. ഞാൻ അത്രയും പറയുന്നു. പിന്നെ ഈ സാധാരണ നമ്മുടെ സംവരണം ഉണ്ട്. സംവരണം കൊടുക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്. ഇത്ര ശതമാനം കോട്ട, ബാക്ക്വേർഡ് ഇത്ര കോട്ട, SC ST ഇത്ര കോട്ട, അതൊക്കെ സംവരണം എന്ന് വിചാരിച്ച് കക്കാൻ സംവരണമുണ്ട്. ഇവിടെ ചില സമുദായ നേതാക്കന്മാർ പറയാണ് വാസവൻ ഇന്ന സമുദായം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത്. വാസവനെ മാത്രമല്ല, കട്ട എല്ലാവരും ആക്രമിച്ചിട്ടുണ്ട്. കാരണം പത്മകുമാര സമുദായമല്ലല്ലോ, പ്രശാന്ത സമുദായമല്ലല്ലോ. അപ്പൊ കട്ടിട്ട് ദേവന്റെ സ്വത്ത് കട്ടിട്ട് ഇന്ന സമുദായമാണ് ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ ചെലവാവില്ല. കട്ടത് കള്ളം തന്നെയാണ്.
എല്ലാ കക്കുന്നവൻ ഏത് സമുദായമാവട്ടെ അവരെ സമൂഹം വിളിക്കുക കള്ളനെന്നും സ്വർണം കട്ടാൻ പെരുങ്കള്ളനെന്നുമാണ് വിളിക്കുന്നത്. ഇപ്പൊ കേരളം ഭരിക്കുന്നത് പെരുങ്കള്ളന്മാരാണ്. ആ പെരുങ്കള്ളന്മാരെ തുറങ്ങലടയ്ക്കുന്നവരെ ഈ യാത്ര അവസാനിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ 18-ാം തീയതി പദയാത്രയോടുകൂടെ പന്തളത്ത് ഈ സമരം സമാപിച്ചാലും സ്വർണ്ണക്കള്ളന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ വിശ്രമമില്ലാതെ UDF ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങും എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു ദേവാലയത്തിന്റെയും സ്വത്ത് അപഹരിക്കാൻ പോകുന്നില്ല. അമ്പലത്തിന്റെയും സ്വത്ത് അപഹരിക്കരുത്, പള്ളികളുടെയും സ്വത്ത് അപഹരിക്കരുത്, മറ്റേത് ദേവാലയത്തിന്റെയും സ്വത്ത് അപഹരിക്കാൻ ചെന്നാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്നും കിട്ടും, കോടതിയിൽ നിന്നും കിട്ടും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ യാത്ര ആരംഭിച്ചപ്പോൾ ഈ വളരെ പ്രതികൂല കാലാവസ്ഥയിൽ പകലൊക്കെ ആണെങ്കിൽ നല്ല ചൂടും രാത്രിയൊക്കെ നല്ല മഴയാണ്, പക്ഷെ എല്ലാ സ്ഥലത്തും നല്ല ജനക്കൂട്ടമാണ്. ഞങ്ങൾക്കൊരു നിലപാടുള്ള കോൺഗ്രസിൽ വിശ്വാസമുണ്ട്, UDF വിശ്വാസമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് അവരവർക്കൊക്കെ നന്ദി പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. ഇന്നിപ്പോൾ ഇവിടെ 4 ദിവസം കൊണ്ടാണ് ഇവിടെ ഐസക് ചാർജ് എടുത്തിട്ട് തന്നെ ഒരാഴ്ചയാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ സമ്മേളനം സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് ചുമതലപ്പെടുത്തി. ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സിദ്ദിഖാണ്, അതുപോലെ തന്നെ കോർഡിനേറ്റർ നിയാസാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പൻ മാത്രം പോരാ, വാവര് കൂടെ ഉണ്ടെങ്കിൽ യാത്ര പൂർത്തിയാവുമെന്ന് പറയാം. ഈ യാത്രയിൽ ഒരു വാവരല്ല 2 വാവരുണ്ട് ഈ യാത്രയിൽ. അതുകൊണ്ടാണ് എല്ലാ പ്രതികൂല, കാരണം അയ്യപ്പൻ്റെ ചരിത്രം അതാണ്. അയ്യപ്പൻ്റെ ഏറ്റവും സുഹൃത്ത് വാവര. പക്ഷേ ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടൊരു സംഗമം നടത്തി കുറെ ആസാമിമാർ, സാമിയാരില്ല, കുറെ ആസാമിമാർ. ആ സമ്മേളനത്തിൽ ഒരു വിദ്വാൻ പ്രസംഗിക്കുകയാണ്. വാവര് കൊള്ളക്കാരനാണ്, വാവര് വർഗീയവാദിയാണ്. പിന്നെ എന്ത് അയ്യപ്പ ചരിത്രത്തിൻ്റെ ഒരു അക്ഷരം വായിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന മഹാൻ? വാവര് ശരിയാണ്, മുമ്പ് കൊള്ളക്കാരനായത് കൊള്ള ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ നാട്ടിൽ വന്നു. പക്ഷെ അയ്യപ്പൻ്റെ ആ മാസ്മരിക ശക്തിയിൽ അദ്ദേഹം മനസ്സ് മാറി നല്ല ആളായി, അയ്യപ്പൻ്റെ സുഹൃത്തായി. അയ്യപ്പൻ്റെ ശിഷ്യനല്ല, സുഹൃത്ത്. ഞാൻ അയ്യപ്പൻ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസത്തിൽ വെള്ളം ഇറക്കാൻ പാടില്ല. അതാണ് ശബരിമലയിൽ ദർശനത്തിന് പോകുമ്പോൾ വാവര് താഴെ കാവലിരിക്കുകയാണ് അയ്യപ്പൻ. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് ഭസ്മവും കുരുമുളകും വാങ്ങിയിട്ടാണ് മല കയറുന്നത്. അതാണ് ഐതിഹ്യം. അപ്പം അതിനെപ്പോലും തുരങ്കം വയ്ക്കാൻ ചില വർഗീയ കക്ഷികൾക്ക്, ചില ഫാസിസ്റ്റുകൾക്ക് അവസരമുണ്ടാക്കാൻ മാത്രമേ പിണറായി വിജയന്റെ സംഗമം കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന് മണ്ണിൽ ചെലവാവില്ല. അയ്യപ്പനിൽ നിന്നും വാവരെ വേർപെടുത്താൻ ഇനി ഒരു ശക്തിക്കും കഴിയില്ല. വിശ്വാസം വളർത്തുന്ന കാലം രണ്ടുപേരുടെയും സാന്നിധ്യം നമ്മുടെ രാജ്യത്തുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്